കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. പെടാതെ കുടുംബശ്രീയെ രക്ഷിക്കും തന്നെ. മോള് ഭാഗ്യവതിയ. ഇത്രയും കരുണയും സന്മനസ്സും ഉള്ള ഒരു ഭർത്താവിനെ കിട്ടിയല്ലോ. കുടുംബശ്രീയിലുണ്ടാക്കിയ നല്ല മുരിഞ്ഞ വട. എനിക്ക് വേണ്ട, എനിക്ക് വിഷമൊന്നുമില്ല. ശാലിനി മോളെ, അമ്മ വിളിക്കുന്നു. ഞാൻ പോയിട്ട് വരാം. ആദ്യം ഇഡലി ചമ്മന്തി, ഇപ്പൊ പോയിട്ട് വരാം. ശാരികയുടെ കല്യാണത്തോടെ എല്ലാം കലങ്ങി തെളിയാണല്ലോ ദൈവമേ. ശാരദേ, മകളുടെ കല്യാണം നടക്കുന്നതിന്റെ സന്തോഷത്തിലായിരിക്കും നീ ഇപ്പോ. എന്നാ കണ്ടോ, നിന്റെ മകളുടെ കഴുത്തിൽ താലി വീഴില്ല. ക്ഷണിച്ചു വരുത്തിയ ബന്ധുക്കൾക്കും നാട്ടുകാർക്കും മുന്നിൽ നാണം കെട്ട് നാറും നീയും നിന്റെ മക്കളും. അതിന് ഉത്തരവാദിയോ നിന്റെ മകള് തന്നെ. കെട്ടിപ്പൊക്കിയ പന്തലിൽ കെട്ടിത്തൂങ്ങി ചാകാം നിനക്ക് നിന്റെ മക്കൾക്കും ഇനി. അത് കണ്ടാലേ രാജേശ്വരിയുടെ കണ്ണിന് കുളിർമയാകും. സൗദാമിനി അപ്പച്ചിയുടെ സ്വഭാവം അങ്ങനെയാ. ബെല്ലും ബ്രേക്കും ഇല്ലാതെ ഓരോന്നങ്ങ് വിളിച്ചു പറയും. എവിടെയാ എന്താ പറയണ്ടെന്ന് ഒരു ബോധവും ഇല്ല. അമ്മ അന്വേഷിച്ചോ? ഞാനാ മോളെ വിളിക്കാൻ പറഞ്ഞത്. 30 പവനും തികച്ചുണ്ടല്ലോ അല്ലേ? ശാരികയുടെ ദേഹത്ത് അത്രയൊന്നും ഇട്ട് കണ്ടില്ല. അല്ല, നിങ്ങളെ സംശയം ഉണ്ടായിട്ടല്ല, ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. അമ്മേ, ആ പിന്നെ ഇവിടുത്തെ അലങ്കാരങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. മുപ്പത് പവനും ദേഹത്തിട്ട ബോറാവല്ലോന്ന് തോന്നി. അതുകൊണ്ട് ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുത്തിട്ട് ബാക്കിയെടുത്ത് വെച്ചെന്നേ ഉള്ളൂ. സ്വർണമെന്ന് വെച്ചാ അങ്ങനെ വെറുതെ വെക്കാനുള്ളതാണോ? പ്രത്യേകിച്ചും കല്യാണത്തിന്. നമ്മുടെ പ്രതാപം മറ്റുള്ളവർ കാണണ്ടേ? ശാരികയ്ക്ക് കൊടുക്കുന്നില്ലെങ്കിൽ ഇതിലെ ബാക്കി ഞാൻ തന്നെ ഇട്ടുകളയാം. പിന്നെന്താ, ആന്റി ഇട്ടോ ആന്റി. ആരെങ്കിലുമൊക്കെ ഇട്ട് കാണുന്നതാ ഞങ്ങൾക്കും ഇഷ്ടം. എങ്ങനെയുണ്ട് ശാരദാമ്മേ? ഓ, നന്നായിട്ടുണ്ട്. വിജയേ. ആ എന്താ അപ്പച്ചി? നിന്നെ രാജീവ് അന്വേഷിക്കുന്നു. ആ, ഞാൻ ദാ വരുന്നു.
എവിടെ പോയി നിൽക്കുമ്പോളെ ഈ സ്വർണ്ണക്കൊതി? രാജീവ് സാറ് പറഞ്ഞിട്ടായി 30 പവൻ കണക്ക് പറഞ്ഞ് വിജയാന്റി വാങ്ങുന്നേന്ന് അമ്മ കരുതുന്നുണ്ടോ? സാറിന് ശാരികേച്ചിയെ മാത്രം മതി. സ്വർണം വേണ്ടത് വിജയാന്റിക്ക്. ആ, അവര് വേണമെങ്കിൽ അത് മുഴുവനായിട്ട് അങ്ങ് എടുത്തോട്ടെ. ശാരികേച്ചിയും രാജീവ് സാറും സന്തോഷമായിട്ട് ജീവിച്ചാൽ മതി അമ്മ. രഞ്ജിത്തിന്റെ വീട് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ്. ഞാൻ താമസിക്കുന്നതിന്റെ അടുത്ത് തന്നെ. ഇവിടുന്ന് കുറച്ച് കൊണ്ട് പോയാൽ ഫസ്റ്റ് റൈറ്റ്, അവിടുന്ന് 3ാമത്തെ വീട്, അത് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്. എന്താടാ എവിടുന്ന് ഈ മാലയും വളയൊക്കെ? നിന്റെ ശാരികയുടെ ആടാ. നല്ല ഡിസൈൻ അല്ലേ? ദാ ഒരു മിനിറ്റ് വന്ന്. ശാരികയുടെ ആഭരണങ്ങൾ അങ്ങനെ അമ്മയുടെ കഴുത്തി വന്നേ? ഓ, ശാരിക ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് മിച്ചം വന്നു. അപ്പൊ ശാരദാമ്മ ശാലിനിയൊക്കെ പറഞ്ഞു എന്നോട് ഇട്ടോളാൻ. എന്നിട്ട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാ. സ്വർണം വേണ്ടാന്ന് പറഞ്ഞു, അതും അമ്മ. ആ സത്യം, അവരൊരുപാട് നിർബന്ധിച്ചിട്ടാ ഞാൻ ഈ 1-2 എടുത്തിട്ടത്. ഇതാണോ 1-2? അവര് സ്നേഹത്തോടെ നിർബന്ധിക്കുമ്പോ ഞാൻ എങ്ങനെയാടാ വേണ്ടാന്ന് പറയുന്നത്? ദേ, അമ്മയോട് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. എന്റെ ഫ്രണ്ട്സും കോളേജ് ലെക്ചേഴ്സൊക്കെ വരുന്ന ചടങ്ങാ, കൂട്ടത്തിൽ എന്റെ സ്റ്റുഡൻസും. ദയവേത് ജാടയും ആഭരണ ഭ്രമവും കാണിച്ച് ഇവിടെയെങ്കിലും എന്നെ അപമാനിക്കരുത്. ഇത് പറയാനാണോ നീ എന്നെ വിളിച്ചത്? അല്ല, കർമ്മി ഇപ്പൊ ചെറുക്കനെ വിളിക്കാൻ പറയും. അപ്പൊ ചെറുക്കന്റെ അമ്മ പെണ്ണിന്റെ ആഭരണങ്ങൾ ഇട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുക, കുറച്ച് താമസിക്കുമെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ചെറുക്കനെ വിളിക്കാൻ പറഞ്ഞോ? എന്നാ വാ നമുക്ക് പോ. ഇനി വരനെ വിളിക്കാം. അവരോട് ഇറങ്ങാൻ പറഞ്ഞോളൂ. വലതുകാൽ വെച്ച് കയറുക. അമ്മയും അമ്മാവനും കൂടി കയറുക. വലം വെച്ച് കയറുക. ആ കിണ്ടി കയ്യിലെടുത്തോളൂ. പുഷ്പങ്ങളും എടുത്തോളൂ. തീർത്ഥം തളിച്ച് വിളക്കിന്റെ ചുവട്ടിലിട്ടോളൂ. ഇനി വലം വെച്ച് കയറിക്കോളൂ. ഇവിടെ വന്ന് വലതുകാൽ വെച്ച് കയറിക്കോളൂ. വലതുകാൽ. ഇനി വധുവിനെ വിളിക്കാം. ഇറങ്ങിയോ?
ഇവിടെ നിന്നോളൂ. ശാരദാമ്മ കൈപിടിച്ചു കൊണ്ടുവന്നോളൂ. കുഞ്ഞേച്ചിയുടെ വീട്ടിൽ നിന്ന് സത്യമയൊന്നും കണ്ടില്ലല്ലോ അമ്മേ. നമ്മളിന്ന് ക്ഷണിച്ചല്ലേ മോളെ, എന്തായാലും വരാതിരിക്കില്ല. ആരാ കുട്ടിയുടെ കൈപിടിച്ചു കൊടുക്കണേ? അത് ശാരദമ്മ പറയട്ടെ. കുട്ടിയുടെ അച്ഛൻ വരാത്ത സ്ഥിതിക്ക് വിഷ്ണുവേട്ടൻ കൈപിടിച്ചു കൊടുക്കും തിരുമേനി. വിഷ്ണുവേട്ടനാ? ആശാനെ, ആശാന്റെ റൂട്ടെല്ലാം ക്ലിയർ ആയി. അവളെന്നെ രണ്ടാമത്തെ ടൈം ഇത്രയും സ്നേഹത്തോടെ വിഷ്ണു കേട്ടാന്നൊക്കെ വിളിക്കില്ല, അതും പരസ്യമായിട്ട്. ഇതുവരെ ഇയാളെന്നൊക്കെ ആയിരുന്നു. എന്നാ പിന്നെ അയാളെ ഇങ്ങോട്ട് വിളിക്കൂ. ആശാനെ ചെല്ലങ്ങോട്ട്. ഈ തെമ്മാടിയാണോ പെണ്ണിന്റെ കൈ പിടിച്ചു കൊടുക്കുന്നത്? നീയൊന്നടങ്ങ. തെമ്മാടിയോ കൊലപാതകയോ ആരോ ആയിക്കോട്ടെ, നമുക്ക് ലാഭം 30 പവനാ. നിങ്ങളുടെ പ്രശ്നം എനിക്ക് മനസ്സിലായി. അത്ര വലിയ തെമ്മാടിയൊന്നും അല്ല വിഷ്ണുവേട്ടൻ. ഉള്ളിന്റെ ഉള്ളിൽ സ്നേഹമുള്ള ആളാ. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ചങ്ക് പറിച്ചു കൊടുക്കുന്ന എന്റെ കൊച്ചു തെമ്മാടി. അതെ, കുറച്ചങ്ങോട്ട് നീങ്ങി നിൽക്ക്. ഓക്കെ. ശാലിനി ഇത് ചെയ്തു എന്ന് ഉറപ്പായി കഴിയുമ്പോ ആന്റി എന്താ ചെയ്യാൻ പോകുന്നേ? അവൾക്ക് പിന്നെ സത്യഭാമയുടെ വീട്ടിൽ കുടിപാർപ്പുണ്ടാവില്ല സുസ്മിത. അത് തന്നെ ആന്റി എനിക്കും വേണ്ടത്. പിന്നെ പോളച്ചനോട് വാങ്ങിച്ച ഓരോ പൈസയ്ക്കും കണക്ക് പറയേണ്ടി വരും. ശാരദയും മക്കളും പലിശയടക്കം. സത്യഭാമ എന്ന് പറയുന്ന ബ്ലേഡിന്റെ മൂർച്ച എന്താണെന്ന് അവരറിയാൻ പോകുന്നതേ ഉള്ളൂ. കഴുത്തറ്റു പോകും. ഡ്രൈവർ, ഒന്ന് വേഗം വിട്. ഓക്കെ മാഡം.
ഞാൻ വരുന്നു ശാലിനി. നിന്റെ കളിയെല്ലാം ഇന്നത്തോടെ കഴിഞ്ഞു. എന്തു ഭാവിച്ചിട്ടാ ഇവിടെ കല്യാണത്തിന് വരുന്നില്ലെന്ന് പറഞ്ഞിട്ട്? ഇതാകെ പ്രശ്നമാകുന്ന ലക്ഷണമാണല്ലോ. എന്താ രാജശ്രീ, സത്യാമ്മ എന്തിനാ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? എല്ലാം ചെയ്തു വെച്ചിട്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ നിൽക്കുവാണല്ലേ? എന്താ രാജശ്രീ, ഞാൻ എന്ത് ചെയ്തെന്നാ? സത്യഭാമയുടെ വീടിന്റെ ആധാരം എങ്ങനെയാ നിങ്ങളുടെ വീടിന്റെ ലോക്കറി വന്നത്? അത് ഞാൻ പണയത്തിനെടുത്തല്ലേ? പണയത്തിനോ? ആര്? സത്യഭാമ നിങ്ങളുടെ അടുത്ത് ആധാരം കൊണ്ടുവന്നോ പണയം വെക്കാനായിട്ട്? ഇല്ല. പിന്നെ? അത് ശാലിനിയല്ലേ പണയത്തിന് വെച്ചത്, ശാരദാമ്മയുടെ മോള്. ഏത് കൊള്ളാം? അല്ലേന്ന് എന്നോടാണോ ഈ ചോദിക്കുന്നത്? പൊളച്ച തമാശ കളിക്കല്ലേ, നിങ്ങൾ രക്തം വിയർക്കേണ്ടി വരും. സത്യഭാമയുടെ വീടിന്റെ ആധാരം മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അത് ചില്ലറ കാര്യമല്ല. അയ്യോ, മോഷ്ടിച്ചെന്നോ? ആര്? എപ്പോ? പൊളച്ച നിങ്ങൾക്ക് ഇത്ര ബുദ്ധിയില്ലാതായി പോയല്ലോ. നേരത്തെ ഞാൻ മുന്നറിയിപ്പ് തന്നതാ ആ ശാരദ നിങ്ങളെ ചതിക്കൂന്ന്. നിങ്ങളത് കേട്ടില്ല, പിന്നെ അനുഭവിച്ചോ, അത്ര തന്നെ. അതിന് ശാരദാമ്മയായിട്ട് എനിക്കൊരു ഇടപാടുമില്ലെന്നേ. അവിടെയാ നിങ്ങൾ മണ്ടനായി പോയത്. നിങ്ങൾ ശാരദയ്ക്ക് പണം കൊടുക്കാതെ മടക്കി അയച്ചു. പിറ്റേ ദിവസം അതേ ശാരദയുടെ മകള് സ്വർണവും പണവും ചോദിച്ചു വരുന്നു. കയ്യിലുള്ളത് വേറൊരാളുടെ വീടിന്റെ ആധാരം. എന്നിട്ടും നിങ്ങൾക്ക് യാതൊരു സംശയവും തോന്നിയില്ല? സ്വർണ്ണ കച്ചവടത്തിനെന്നല്ല, ഓമിക്കിരി വിൽക്കാൻ പോലും കൊള്ളില്ല നിങ്ങളെ. കഷ്ടം. ചേച്ചിയുടെ കല്യാണം നടക്കില്ലെന്ന് വന്നപ്പോഴാ ആ ശാലിനി കടുംകൈ ചെയ്യാൻ തീരുമാനിച്ചത്. സത്യഭാമയുടെ വീടിന്റെ ആധാരം മോഷ്ടിച്ചു കൊണ്ടുവന്ന് നിങ്ങളുടെ അടുത്ത് പണയം വെച്ചു അവള്. വിഡ്ഢിയായ നിങ്ങള് സ്വർണവും പണവും വാരിയെടുത്ത് കൊടുക്കുകയും ചെയ്തു. നിങ്ങൾക്കത് സത്യഭാമയെ വിളിച്ച് ചോദിക്കാനുള്ള ബോധം പോലും ഉണ്ടായില്ലല്ലോ പോളച്ച. രാജശ്രീ, അങ്ങനെ പറയരുത്. സത്യഭാമയുടെ മകൻ വിഷ്ണുവാണ് എന്നെ വിളിച്ചു പറഞ്ഞത്. ശാലിനി പറയുന്നത് എന്താന്ന് വെച്ചാൽ അങ്ങ് ചെയ്തു കൊടുക്കണമെന്ന്. അയ്യേ, ഇതായിപ്പോ നന്നായത്. പൊളച്ച, നിങ്ങളുടെ സ്വർണ്ണക്കട വിൽക്കാനാണെങ്കിൽ നിങ്ങളുടെ സമ്മതം വേണ്ട, നിങ്ങളുടെ മകൻ വിളിച്ചു പറഞ്ഞാ മതിയെന്നാണോ? അതെവിടുത്തെ ന്യായോ? അതെ, ഈ ശാലിനിയുടെ ഭർത്താവാ വിഷ്ണു. അവന് ചിലപ്പോ ഭാര്യ വീട്ടുകാരോട് പ്രേമം പൊട്ടിയൊഴുകുന്നുണ്ടാവും. പക്ഷേ സത്യഭാമയ്ക്ക് അതില്ല. സത്യത്തിൽ ശാലിനിയും വിഷ്ണുവുമായിട്ടുള്ള വിവാഹം പോലും സത്യഭാമയുടെ അംഗീകാരത്തോടെ നടന്നതല്ല. വാസ്തവത്തിൽ തന്റെ വീടിന്റെ ആധാരം മോഷ്ടിക്കപ്പെട്ടു എന്ന് സത്യഭാമ ഇപ്പൊ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഞാൻ ഇനി ഇപ്പൊ എന്ത് ചെയ്യും? ചെയ്യാനൊക്കെ പറ്റും. അല്ല, പോളച്ചിന് എത്രയാ ആധാരം പണയത്തിന്മേൽ കൊടുത്തത്? 30 പവനും 10 ലക്ഷം രൂപയും. കെട്ട് നടന്നു കഴിഞ്ഞാലേ ആ 30 പവൻ ചെറുക്കൻ വീട്ടുകാരുടെ വകയാ. പോളച്ചിനും അവരുമായിട്ട് ഒരിടപാടും ഇല്ല. ശാരദയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച സ്ത്രീധനം അവര് പോളച്ചിന് തരേണ്ട ഒരു കാര്യമില്ല.
നിർത്ത്.